ഡൊണറ്റ്സ്ക് വിട്ടുകൊടുക്കണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം യുക്രൈനെ അറിയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ പുടിന്റെ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി നിരസിച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കരാറിന് തയ്യാറാകണമെന്നും റഷ്യ ഒരു വലിയ ശക്തിയാണ്, യുക്രൈൻ അങ്ങനെയല്ലെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. യുക്രൈന്റെ കൂടുതൽ പ്രദേശം വിട്ടുനൽകണമെന്ന അലാസ്ക ഉച്ചകോടിയിൽ ട്രംപിനോട് പുടിൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഡൊണറ്റ്സ്ക് പ്രവിശ്യയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടെ യുക്രൈന്റെ 1/5 പ്രദേശവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഡൊണറ്റ്സ്കിൽ 2014 റഷ്യ പ്രവേശിച്ചത്. മോസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ വ്യാവസായിക മേഖലയായ ഡൊണറ്റ്സ്ക് റഷ്യയ്ക്ക് വിട്ടുനൽകാൻ തയ്യാറായാൽ മറ്റു പ്രദേശങ്ങളിലെ മുന്നേറ്റം മരവിപ്പിക്കാൻ തയ്യാറാണെന്ന് പുടിൻ നിലപാട് സ്വീകരിച്ചതായാണ് സൂചന. തീരുവ വർധനയ്ക്ക് പിന്നാലെ നിലനിൽക്കുന്ന സാമ്പത്തിക സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ വ്യാപാര ചർച്ചകൾക്കുള്ള US സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതായി റിപ്പോർട്ട്. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25 മുതൽ 29 വരെ US സംഘം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നായിരുന്നു വിവരം. എന്നാൽ ഇത് റദ്ദാക്കിയതായി NDTV റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപേർപ്പെടുത്തിയ 25% തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ലെവി ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിർണായകമാണ്. കാർഷിക ക്ഷീരവിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന USന്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാന തടസ്സങ്ങളിലൊന്ന്. ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നതിനാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. സ്വദേശി, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പിന്തുണ നൽകുമെന്നും വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കർഷക താൽപര്യത്തിനെതിരായ ഏതു നയങ്ങളെയും ചെറുക്കാൻ താൻ മതിൽ പോലെ നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണ്. ലോകവിപണിയെ നാം ഭരിക്കണം, ഉൽപാദന ചെലവ് കുറയ്ക്കണം, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത്. കുറഞ്ഞ വില, ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ലക്ഷ്യം കാണാൻ നമുക്ക് മുന്നോട്ട് പോകേണ്ട സമയമാണിത്, മോദി പറഞ്ഞു. കഴിഞ്ഞ മാസം ഇസ്രയേൽ സന്ദർശിച്ച ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി സെമയ കുംബയുമായി ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടന്നതായി വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ ഏതാനും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കുംബയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ നെതന്യാഹുവോ വിദേശകാര്യ വകുപ്പോ തയ്യാറായില്ലെന്ന് റോയിറ്റേഴ്സ് പറഞ്ഞു. എന്നാൽ വാർത്തകൾ അടിസ്ഥാനപരമാണെന്ന് ദക്ഷിണ സുഡാൻ അധികൃതർ പറഞ്ഞു. പലസ്തീൻ ജനതയെ നാടുകടത്താനുള്ള ഏതു പദ്ധതിയെയും എതിർക്കുമെന്നും പലസ്തീനും അറിയിച്ചു. ഹമാസ് പ്രതികരിച്ചില്ല. USും ഒഴിഞ്ഞുമാറി. ഇസ്രയേൽ അപരോധം കാരണം ആഹാരവും അവശ്യവസ്തുക്കളും കിട്ടാതെ ദുരിതത്തിലായ ഗാസയിൽ 11 പേർ കൂടി പട്ടിണി കാരണം മരിച്ചു. ഇതിലൊരു കുട്ടിയുമുണ്ട്. സഹായ വിതരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 12 പേരും കൊല്ലപ്പെട്ടു. ഇതുൾപ്പെടെ ഇന്നലെ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞും മാതാപിതാക്കളുമുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ്. സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാതെ ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. കുവൈറ്റ് സിറ്റി കുവൈത്ത് വ്യാജ മദ്യ ദുരന്ത പരിശോധനയിൽ 67 പേർ പിടിയിലായി. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായത്. പിടിയിലായവരിൽ സ്ത്രീകളുമുണ്ട്. 10 വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രങ്ങളും കണ്ടെത്തി. ഇവ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോൾ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് എവിഡൻസ്, ആരോഗ്യ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വ്യാജമദ്യ ദുരന്തത്തിൽ കണ്ണൂർ ഇരിനാവിലെ പൊങ്കാരൻ സജിൻ 31 ഉൾപ്പെടെ 13 പേർ മരിച്ചിരുന്നു. മറ്റ് 5 മലയാളികൾ ഉൾപ്പെടെ 10 ഇന്ത്യക്കാർ മരിച്ചതായി സൂചനയുണ്ടെങ്കിലും കുവൈത്ത് അധികൃതരോ ഇന്ത്യൻ എംബസിയോ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. 63 പേർ ചികിത്സ തേടിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവരിൽ 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ചികിത്സയിൽ കഴിയുന്നവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. ജിലീബ ഷുയൂഖ് ബ്ലോക്ക് 4 നിന്ന് വാങ്ങിയ മദ്യം കഴിച്ച് അഹമ്മദിയ ഫർവാനിയ ഗവർണറേറ്റുകളിലുള്ളവരാണ് ദുരന്തത്തിനിരയായത്. തുടർന്നാണ് മദ്യനിരോധനമുള്ള കുവൈത്തിൽ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തവരുടെ വിവരങ്ങൾ അധികൃതർ ശേഖരിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തത്. കൃഷിവകുപ്പിന്റെ കർഷക ദിനാഘോഷം അടക്കം വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഇന്ന് തൃശൂർ ജില്ലയിലേക്ക് മുഖ്യമന്ത്രി നടത്താനിരുന്ന യാത്ര റദ്ദാക്കി. ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കാനാണ് തീരുമാനം. മോശം കാലാവസ്ഥ, റോഡുകളുടെ ദുരവസ്ഥ തുടങ്ങി യാത്ര റദ്ദാക്കലിന് പല കാരണങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. തേക്കിൻകാട് മൈതാനത്ത് കർഷക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, സാഹിത്യ അക്കാദമിയിൽ രാജ്യാന്തര സാഹിത്യോത്സവ ഉദ്ഘാടനം, ഹോട്ടൽ ദാസ് കോണ്ടിനെന്റൽ, കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം എന്നിവയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിരുന്ന പരിപാടികൾ. ഇന്നലെ രാത്രി 8:30 തൃശൂരിലെത്തുമെന്നായിരുന്നു പോലീസിനടക്കം ലഭിച്ച അറിയിപ്പ്. ഇതുപ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ രാത്രി യാത്ര റദ്ദാക്കിയതായി വൈകിട്ടോടെ പോലീസിന് വിവരം ലഭിച്ചു. ഇന്ന് രാവിലെ എത്താനുള്ള സാധ്യത സംഘാടകർ പ്രതീക്ഷിച്ചു. എന്നാൽ ഓൺലൈൻ മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം പിന്നീട് കൈമാറി.
ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റവാളിയാണെന്നും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മുഖ്യമന്ത്രി ചുമതലയേൽക്കാൻ അർഹനല്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണ കേസിൽ എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കോടതി കണ്ടെത്തിയത് മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടത്. ADGP MR അജിത് കുമാർ 1-ാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി 2-ാം പ്രതിയുമായ കേസിൽ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്ന് തെളിയിക്കുന്നതാണ് കോടതി വിധിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തന്റെ അടുത്ത 2 ആളുകളെ രക്ഷിക്കുന്നതിന് മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്തു. നിയമമാണ് പരമാധികാരി എന്ന് കോടതി വിധിയിൽ പറയുന്നു. ആരായാലും നിയമത്തിന് വിധേയനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി വിധി തുടങ്ങുന്നത്. ഒരാളെ രക്ഷിക്കുന്നതിന് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടു. അന്വേഷണത്തിൽ സത്യം തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം പ്രതികളെ സഹായിക്കാനാണ് ഇടപെടൽ നടത്തിയത്. രേഖകൾ പരിശോധിച്ചപ്പോൾ അഴിമതി നടന്നതായി മനസ്സിലാക്കാം. അതിനാൽ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും തള്ളിക്കളയുന്നുവെന്നുമാണ് കോടതി പറഞ്ഞത്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരധികാരവുമില്ലാത്ത അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് അന്വേഷിച്ചാൽ നീതി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ കോടതി സ്വകാര്യ അന്യായമായി എടുത്തിരിക്കുകയാണ്. RSSുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇടപാടിന് അജിത് കുമാറാണ് പാലം. തൃശൂർ പൂരം കലക്കിയതിന്റെ പേരിൽ അജിത് കുമാറിനെതിരെ നടപടിയില്ല. ഭരണകക്ഷിയിലുള്ളവർ തന്നെ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. കോടികളുടെ അനർഘ സ്വത്ത് സമ്പാദനമാണ് അജിത് കുമാർ നടത്തിയത്. ഇതിനെല്ലാം പുറമെ നടത്തിയ അന്വേഷണ പ്രഹസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നുകൂടി എഴുതിവയ്ക്കുക കൂടി ചെയ്തു. ആഭ്യന്തര വകുപ്പ് നിയമലംഘനങ്ങളുടെ വകുപ്പാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകി. കേസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ച് അന്വേഷണം നടത്തുകയും കേസിലെ പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളുകയും അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് അഭിപ്രായപ്പെട്ടതുമാണ്. ഇതിനാൽ നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കാത്ത ഹർജി തള്ളിക്കളയണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കേസ് പരിഗണിക്കുന്നത് 23-ലേക്ക് മാറ്റി. ഈ മാസം 5-നാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന തരത്തിലാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം നീങ്ങിയതെന്നും ഹർജിയിൽ പറയുന്നു. പക്ഷപാതപരമായ അന്വേഷണമാണ് നടത്തിയത്. തെളിവുകളെ നിരാകരിക്കുകയും പ്രതിക്ക് അനുകൂലമാക്കി തീർത്തുവെന്നും ഹർജിയിൽ പറയുന്നു. 2023 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. മരണത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നു. നവദമ്പതികളായ രാജേഷും അമൃത കൃഷ്ണയും ആത്മഹത്യ ചെയ്തത് നിസാര തർക്കങ്ങൾക്ക് തുടർന്നാണെന്ന് സൂചന. നിലമ്പൂർ മണലോടി കറുത്തെടുത്ത് നടരാജന്റെയും സത്യഭാമയുടെയും മകനാണ് രാജേഷ്. എരുമമുണ്ട കാനക്കുത്ത് എലിപ്പാത്ത് ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകളാണ് അമൃത. 3 മാസം മുൻപായിരുന്നു വിവാഹം. 2022-ലാണ് രാജേഷും അമൃതയും അടുപ്പത്തിലായത്. അമൃതയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോത്തുകൽ പോലീസ് പോക്സോ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് രാജേഷ് ജയിലിലായി. അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷം 3 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടത്തിയത്. പന്തൽ നിർമ്മാണ തൊഴിലാളിയായ രാജേഷ് ഇന്ന് ജോലിക്ക് പോയിരുന്നില്ല. രാജേഷിന്റെ മൃതദേഹം വീട്ടിന്റെ സ്വീകരണ മുറിയിൽ സോഫയിലായിരുന്നു കിടന്നത്. അമൃത തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച DYSP സാജു K എബ്രഹാം പറഞ്ഞു. പോലീസ് പറയുന്നത് ഇങ്ങനെ: ആദ്യം രാജേഷ് തൂങ്ങി മരിച്ചു. വീട്ടിനു പുറത്ത് ജോലിയിലായിരുന്ന അമൃത അകത്ത് ചെന്നപ്പോൾ രാജേഷിനെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടു. ഉടനെ കയററുത്തു. രാജേഷ് താഴെ വീണു. രാജേഷ് മരിച്ചെന്ന് മനസ്സിലായ അമൃത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി. ശബ്ദം കേട്ട് വീട്ടിൽ വന്ന രാജേഷിന്റെ അമ്മ സത്യഭാമ മകൻ നിലത്ത് കിടക്കുന്നത് കണ്ടു. അമൃത കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു. സത്യഭാമ രാജേഷിനെ വലിച്ചിഴച്ച് സോഫയിൽ കിടത്തി. അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞു. അയൽവാസികളെത്തി കയററുത്ത് അമൃതയെ താഴെ കിടത്തി. അടുത്ത വീട്ടിലെ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നാളെ നടത്തും. ബ്ലോഗർ ജ്യോതി മൽഹോത്ര പാക് ചാരയാണെന്ന് ശക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ്.
2500 പേജുള്ള കുറ്റപത്രത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ദാനിഷുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു. ദാനിഷിനെ ഇന്ത്യൻ സർക്കാർ പുറത്താക്കിയിരുന്നു. ഏറെ നാളുകളായി ജ്യോതി ചാരവർത്തി നടത്തുകയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ഉദ്യോഗസ്ഥരുമായും ബന്ധം പുലർത്തി. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് പ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി വ്യക്തമായതിനെ തുടർന്നാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത്. 2023 പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ അലി എഹ്വാൻ എന്നാളെ ജ്യോതി കണ്ടുമുട്ടി. പാകിസ്ഥാനിലെ ജ്യോതിയുടെ താമസവും യാത്രയും ഏർപ്പാടാക്കിയത് അലിയായിരുന്നു. ഈ വ്യക്തിയാണ് ജ്യോതിക്ക് പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി കൊടുത്തത്. പാകിസ്ഥാനിൽ വച്ച് ഷാക്കിർ, റാണ ഷഹബാസ് എന്നീ ഉദ്യോഗസ്ഥരെ ജ്യോതി കണ്ടുവെന്നും FIRൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയേറ്റ ശേഷം വാട്സപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി യുവതി ഇവരുമായി ബന്ധം തുടർന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജ്യോതി പങ്കുവച്ചെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വീഡിയോ ചിത്രീകരണത്തിനായി ജ്യോതി കേരളവും സന്ദർശിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്താനൊരുങ്ങുന്ന അധിക തീരുവ ഒഴിവാക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടെന്നും ഈ സാഹചര്യത്തിൽ അധിക തീരുവ ചുമത്തേണ്ടതില്ലെന്നുമാണ് ട്രംപ് സൂചന നൽകിയത്. ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല, തീരുവ വർധന സംബന്ധിച്ച് ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചതായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. ചൈനയും ഇന്ത്യയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു പ്രധാന എണ്ണ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ടതായി ഇന്ത്യയെ പരാമർശിച്ച് ട്രംപ് പറഞ്ഞു. റഷ്യയുടെ 40% എണ്ണ വാങ്ങിയിരുന്നത് ഇന്ത്യയാണ്. ചൈനയും വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട്. ഞാൻ തീരുവ വർദ്ധിപ്പിക്കുന്നത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും. എനിക്കത് ചെയ്യേണ്ടി വന്നാൽ ചെയ്യും, ചിലപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വരില്ല, ട്രംപ് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താൻ US തീരുമാനിച്ചത്. 25% ആദ്യം ഏർപ്പെടുത്തിയത്. പിന്നീടിത് 25% കൂടി കൂട്ടി. ഇതോടെ US ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറി. ആദ്യം പ്രഖ്യാപിച്ച തീരുവ നിലവിൽ വന്നു. രണ്ടാമത് പ്രഖ്യാപിച്ച തീരുവ ഓഗസ്റ്റ് 27-നാണ് നിലവിൽ വരിക. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെയാണ് കൂടിക്കാഴ്ച. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പുടിൻ ചർച്ചയിൽ തീരുമാനമായില്ല. തുടർ ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കരാറിനേക്കാൾ നേരിട്ട് സമാധാന കരാർ ഒപ്പിടുന്നതാണ് നല്ലതെന്ന് ചർച്ചകൾക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചു. കരാറുകൾ സാധ്യമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന സൂചനകളും ട്രംപ് നൽകി. സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. അലാസ്കയിലേത് മികച്ചതും വളരെ വിജയകരവുമായ ദിവസമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണവും വളരെ മികച്ചതായിരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാറല്ല, നേരിട്ടുള്ള സമാധാന കരാറാണ്. വെടിനിർത്തൽ കരാറുകൾ പലപ്പോഴും നിലനിൽക്കാറില്ല എന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ, US, റഷ്യ എന്നീ രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയാണ് സെലൻസ്കി പറഞ്ഞത്. പ്രധാന വിഷയങ്ങൾ നേതാക്കളുടെ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. 6 വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തുന്നത്. യുക്രൈന് സമാധാന പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇതുവരെയുള്ള ചർച്ചകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് കണ്ടത്.
3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമോ എന്നതായിരുന്നു ലോകരാജ്യങ്ങളുടെ ആകാംക്ഷ. വെടിനിർത്തലില്ല, റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു ചർച്ചാ വിഷയം. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിനോ സമാധാന കരാറിനോ കൂടിക്കാഴ്ചയിൽ ധാരണയായില്ല. ക്രിയാത്മക ചർച്ചകൾ. പുടിനും താനും പല കാര്യങ്ങളിലും യോജിച്ചുവെന്നും അതിൽ പുരോഗതിയുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ചർച്ച സമഗ്രവും ക്രിയാത്മകവുമാണെന്ന് പുടിൻ പറഞ്ഞു. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ. പല കാര്യങ്ങളിലും യോജിപ്പുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചില്ല. പുടിന്റെ നിലപാട്. സമാധാന ശ്രമങ്ങൾക്ക് മുൻപ് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് പുടിൻ ആവർത്തിച്ചു. യുക്രൈന്റെ അഭാവം. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. ഇത് യുക്രൈന്റെ സമ്മതമില്ലാതെ കരാറുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയ കീവിന്റെയും സഖ്യകക്ഷികളുടെയും വിമർശനത്തിന് കാരണമായി. കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും ഞാൻ അറിയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഭാവി കൂടിക്കാഴ്ചകൾ. ട്രംപുമായുള്ള അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ നടത്താമെന്ന് നിർദ്ദേശിച്ച പുടിൻ അതിനായി ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു. ട്രംപിന്റെ മറുപടിയും അനുകൂലമായിരുന്നു. ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകുകയാണെങ്കിൽ അലാസ്കയിൽ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിയെ ക്ഷണിക്കാമെന്നും ട്രംപ് സൂചന നൽകി. സംയുക്ത വാർത്താ സമ്മേളനം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. കാര്യമായ വിശദീകരണങ്ങളും ഉണ്ടായില്ല. US റഷ്യ ബന്ധം. ശീതയുദ്ധകാലത്തിനു ശേഷം ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ USഉം റഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ പുടിൻ അത് മികച്ചതാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. RSSനെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കറിനും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്ന്, ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസ കാർഡിൽ ഗാന്ധിജിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടിവായിക്കുമ്പോൾ വ്യാപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണിതൊക്കെയെന്നാണ് തെളിയുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത്. ജാതി മത വേഷഭാഷ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒന്നിച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരുന്നത്. ഒട്ടുകാരുടെ വേഷമായിരുന്നു അന്ന് RSSന്. നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ബഹുജന വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന RSS ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്തു മതിപ്പാണുള്ളതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പു ഭാരമാണ് RSS പേറുന്നത്. മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് കൈയിട്ടു വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം. അത്തരക്കാരുമായി തുല്യപ്പെടുത്താനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ. മനുഷ്യസ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചുമൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏതു നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ന്യൂഡൽഹി യമുന നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരുന്നു. ശനിയാഴ്ച രാവിലെ ഡൽഹിയിലെ പഴയ റെയിൽവേ പാലത്തിൽ യമുന നദിയിലെ ജലനിരപ്പ് 205.22 മീറ്ററിലെത്തി. അപകടനിരക്കായ 205.33 മീറ്ററിൽ നിന്ന് ഏതാനും അടി താഴെയാണ് നിലവിൽ ജലനിരപ്പ്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം നേരിടാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വസീറാബാദ്, ഹത്നികുണ്ട് ബാരേജുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും ഉയർന്ന അളവിൽ വെള്ളം പുറത്തേക്കൊഴുകുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് മണിക്കൂറിൽ 38,897 ക്യൂസെക്കും വസീറാബാദിൽ നിന്ന് മണിക്കൂറിൽ 45,620 ക്യൂസെക്കും വെള്ളം തുറന്നുവിടുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം.